ഹലോ. ഇപ്പോൾ SCERTയുടെ ജോഗ്രഫിയുടെ ഈ സംഭവം കുറേ പേർക്കൊക്കെ ഉപകാരം കൊണ്ടുവന്ന് പറഞ്ഞു. ലൈക്ക് കമൻ്റ് ഒന്നുമില്ല, പക്ഷേ പേഴ്സണലായിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് SCERTയുടെ തന്നെ നമുക്ക് എക്കണോമിക്സും കൂടി കൊണ്ടുപോയാലോ എന്ന്. അപ്പോൾ ജോഗ്രഫിയിൽ തന്നെ എക്കണോമിക്സ് പാർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ജോഗ്രഫിയുടെ പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് മാത്രം അതിൽ നിന്ന് ഇത്തിരി കൂടി ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജോഗ്രഫി ഇത്തിരിയും കൂടി സിമ്പിളാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 6ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് നോക്കാനുള്ളത്, ഉൽപാദന പ്രക്രിയയിലൂടെ. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എക്കണോമിക്സ്. നമ്മുടെ പൂർവികർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം നമ്മൾ ഓർക്കുമല്ലോ. മൊട്ടുസൂചി മുതൽ ഉപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പേന, പുസ്തകം, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ സാധനങ്ങൾ അഥവാ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സാധനങ്ങൾ നിർമ്മിക്കുവാനും വിതരണം ചെയ്യുവാനും ധാരാളം ആളുകളുടെ സേവനം ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളെ നമ്മൾ സേവനം എന്ന് പറയുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് തൊഴിലാളികൾ, ഗതാഗത സൗകര്യം ഒരുക്കുന്നവർ, പുസ്തക വിതരണക്കാർ. ഇവരെല്ലാം നൽകുന്നത് സേവനങ്ങളാണ്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ച് അറിയാം. അധ്യാപനം ഒരു സേവനമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ സേവനങ്ങൾ ലഭിക്കാറുണ്ട്. എന്താണ് ഉൽപാദനം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദന ഫലമായി ലഭിക്കുന്നതിനെ നമ്മൾ ഉൽപ്പന്നം എന്ന് പറയുന്നു. നെല്ല് എന്നത് ഒരു ഉൽപ്പന്നമാണ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. നിലം ഒരുക്കൽ, വിത്ത് വിതയ്ക്കൽ, ഞാറ് നടീൽ, കള പറിക്കൽ, വളം വിതറൽ. കണ്ടോ, ഇതിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, കൊയ്ത്ത്, കറ്റ മെതിക്കൽ, നെല്ല് ശേഖരിക്കൽ. ഇതെല്ലാം ആ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രക്രിയകളാണ്. ഇനി ഇതിൽ വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തൊക്കെ പങ്കാളിത്തം ഉണ്ടെന്ന് ചോദിച്ചാൽ, തൊഴിലാളികൾ വേണം, പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള ഭൂമി, ജലം എന്നിവ വേണം, പിന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ, അതായത് വളം, വിത്ത്, യന്ത്രങ്ങൾ, ഇതൊക്കെ. ഇനി ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ചെറുപ്പ നിർമ്മാണ ഫാക്ടറിയുടെ ചിത്രമാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലെന്തൊക്കെയുണ്ട്? കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, തൊഴിലാളികൾ, വൈദ്യുതി, സംഘാടകർ. ഇതൊക്കെയുണ്ട് ചെരുപ്പ് എന്ന ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചത്. ഇതിൽ പൊതുവായിട്ട് നമുക്കപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? നമുക്ക് ഭൂമി വേണം, തൊഴിൽ വേണം, മൂലധനം വേണം, സംഘാടനം വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ലാൻഡ് അഥവാ ഭൂമി ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർ ഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായി നമുക്ക് ഭൂമി എന്ന ഭാഗത്തിന് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ എന്തൊക്കെ പറയാം? മണ്ണ് പറയാം, ജലം പറയാം, വനങ്ങൾ പറയാം, വായു പറയാം, കൽക്കരി പറയാം. അതേപോലെ നമ്മുടെ പ്രകൃതിയായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് പറയാം. ഇനി നമുക്ക് തൊഴിൽ എന്താ? ഏത് ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയെ ആണ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം, ഒരു കയറുൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാന ശേഷി ഉപയോഗിക്കുന്നു എന്ന് കാണാം. ഒരു കയർ നിർമ്മാണ യൂണിറ്റാണ്. അപ്പം എന്താ, കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് നമ്മൾ ചകിരി അനുയോജ്യമാക്കുന്നു. അതായത് ഇവിടെ ചെയ്യാനിട്ടിട്ട് അതിനെ ഒരു ചേച്ചി അതിനെ പിച്ചെടുക്കുന്നത്, പിന്നെ തല്ലി എടുക്കുന്നത്. അപ്പോൾ അത്
പിന്നെ ആവശ്യമായിട്ടുള്ള നിറങ്ങൾ ചേർക്കാൻ, ഡൈ ചെയ്യാനായിട്ട്, പിന്നെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ, ഉൽപ്പന്ന വിതരണത്തിനൊക്കെ ആളുകൾ ആവശ്യമാണ്. ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരമായിട്ടുള്ള അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരമായിട്ടുള്ള അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന് തൊഴിലെന്ന് പറയുന്നത്. പിന്നെ അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ ഇത് തൊഴിലാകുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ ഇതിനെ തൊഴിലായി പരിഗണിക്കാറില്ല. തൊഴിലാളി നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണമായി തെങ്ങുകയറ്റത്തിന് പ്രതിഫലമായിട്ട് തേങ്ങ ലഭിക്കാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്ന അവൻ്റെ അധ്വാന ശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കുന്ന അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അവ പിന്നീട് നഷ്ടമാകും. ഇനി മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ സംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കുവാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളെ മൂലധനത്തിൽ എന്നറിയപ്പെടുന്നു. പിന്നെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇതെല്ലാം നമുക്ക് ക്യാപിറ്റൽ അഥവാ മൂലധനത്തിന് ഉപയോഗിക്കാം. ഇനി മൂലധനത്തിൻ്റെ സവിശേഷതകൾ കഴിഞ്ഞിട്ട് ആ സൈഡിലെ ബോക്സ് വായിക്കേ. മൂലധനം മറ്റു എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ എന്ത് രൂപത്തിലാണ്? പലിശ രൂപത്തിലാണ്. അപ്പം എന്താണ് അതിൻ്റെ സൈഡിലൊരു ബോക്സ് ഉള്ളത് നമ്മൾ വായിച്ചില്ലല്ലോ. എന്താണ്? വിജ്ഞാന മൂലധനം അഥവാ നോളജ് ക്യാപിറ്റൽ. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പാദനത്തിന് കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. ഇനി അടുത്തതാണ് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം ഇവയൊക്കെ കൂട്ടിയോജിപ്പിക്കലാണ് ഒരു സംഘാടനം എന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ചുമതല. അത് നടത്തുന്ന ആൾ നമ്മൾ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയും. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകൻ്റെ പങ്കാണ് മുകളിൽ കാണുന്ന ചാർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി ഈ ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ സംഘാടകനുള്ള പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് ലാഭമാണ്. അപ്പോൾ നമുക്ക് അതൊന്നുകൂടി നോക്കാം. നമ്മുടെ സംഘാടനത്തിൻ്റെ പ്രതിഫലം ലാഭം, മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശ, തൊഴിലിൻ്റെ പ്രതിഫലം ഏതാണ്? കൂലി, പിന്നെ ഭൂമിയുടെ പ്രതിഫലം ചോദിച്ചാൽ അത് പാട്ടം അഥവാ റെൻറ്റ്. ഇതാണ് പ്രതിഫലം ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. ഇനി അടുത്തത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ചാക്രിക പ്രവാഹം എന്ന് വെച്ചാൽ ഗാർഹിക യൂണിറ്റിൽ നിന്നും ഉൽപ്പാദന യൂണിറ്റിലേക്ക് എന്താ പോകുന്നത്? സാധനങ്ങളും സേവനങ്ങളുടെയും വിലയും അതുപോലെ ഉൽപ്പാദന ഘടകങ്ങളും പോകും. അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? സാധനങ്ങളും സേവനങ്ങളുടെ വില കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് സാധനങ്ങളും സേവനങ്ങളും കിട്ടും. ഉൽപ്പാദന ഘടകങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. അത് ഇത്രയും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഗാർഹിക യൂണിറ്റിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോകുന്നു ഉൽപ്പാദന യൂണിറ്റിൽ. പോകുമ്പോൾ എന്താണ്? ഉൽപ്പാദന ഘടകമായിട്ടുള്ള തൊഴിലാണ് കൊടുക്കുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടും? പ്രതിഫലമായിട്ട് കൂലി കിട്ടും. അതാണ് ഉൽപ്പാദന ഘടകങ്ങളിലേക്കുള്ള പ്രതിഫലം. ഗാർഹിക യൂണിറ്റിലേക്ക് പോകും. അപ്പോൾ ഗാർഹിക യൂണിറ്റിൽ എന്ത് കിട്ടി? പൈസ കിട്ടി. ഈ പൈസ സാധനങ്ങളും സേവനങ്ങൾക്കുള്ള വിലയായിട്ട് നൽകി. അപ്പം അയാൾക്ക് അതിൽ നിന്നും ഒരു സാധനം വാങ്ങണം. അപ്പോൾ അതിലേക്ക് ആ കാശ് കൊടുത്തുകൊണ്ട് നമുക്കെന്ത് കിട്ടും? സാധനങ്ങളും സേവനങ്ങളും കിട്ടും. അതാണ് ഈ ഒരു ചാക്രിക പ്രവാഹം എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്കിതൊന്ന് സിമ്പിളായിട്ട് നോക്കാം. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. അതുപോലെ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായിട്ട് ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. അങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി ഉപയോഗിക്കുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിൽ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ആ ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് പിന്നെ വരാം. ഓക്കെ, താങ്ക് യു.